Download now. CC Learning App. ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. ഞാൻ പ്രശാന്ത്. ഞാൻ മനു. അപ്പോൾ മനസ്സാർ എന്തിനാ നമ്മൾ വന്ന് സാർ തന്നെ പറഞ്ഞോ. അതെ, നമ്മുടെ റിസർച്ച് ഓഫീസറിന്റെ പുതിയ സിലബസ് വന്നിട്ടുണ്ട്. എല്ലാവരും കണ്ടിട്ട് വിശ്വസിക്കുന്നു. ലൈവിലോട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് കൊമേഴ്സിന്റെ ഒരു അവലോകനം എന്ന് പറയുന്നത് അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കൊമേഴ്സിൽ എന്തൊക്കെ എക്സ്ട്രാ ടോപ്പിക്സ് കയറി വന്നു, എക്സ്ട്രാ കൊമേഴ്സ് തന്നെ എക്സ്ട്രാ കയറി വന്നതാണ്. അപ്പൊ അതിലെന്തൊക്കെയാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്, എങ്ങനെയൊക്കെ പഠിച്ചാൽ നമുക്കത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയാൻ പോകുന്നത്. അപ്പൊ പ്രശാന്ത് സാർ കൊമേഴ്സിന്റെ പുലിയാണ്, ഫുൾ ഇരിപ്പുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് കൊമേഴ്സിന്റെ അവലോകനം എന്ന് പറയുന്നത്. സാറേ, എനിക്കിത് പറയുന്നതിന് മുന്നേ രജനീകാന്തിന്റെ അദ്ദേഹത്തിന്റെ ഒരു സിനിമ ഡയലോഗാണ് എനിക്ക് പറയാൻ പോകുന്നത്. ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരിക എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ നമ്മള് കൊമേഴ്സുകാരെ ആദ്യം എന്ത് ചെയ്തു, നിങ്ങളൊന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊന്ന് അവഗണിച്ചു എന്ന് വേണേ ഞങ്ങൾക്ക് പറയാം. നിങ്ങൾ എന്ത് ചെയ്തില്ല, സിലബസിൽ ഉണ്ടായില്ല. പിന്നെ നമ്മളങ്ങ് വന്നു. നമ്മൾ വന്നപ്പോ ചില്ലറ വരവല്ല, ഒരു റോക്കി ബായിന്റെ വരവ് തന്നെയാണ്. ഒന്നാകെ നമ്മൾ എന്ത് ചെയ്തു, തൂഫാനാക്കി എന്ന് പറയില്ലേ, അതേപോലെ ഒരു വരവായിരുന്നു നമ്മളെ റിസർച്ച് ഓഫീസിന്റെ സിലബസിൽ വന്നത്. അപ്പോ നമുക്കറിയാം സാറേ, ഇപ്പൊ സിലബസിൽ നമ്മള് കൊമേഴ്സിന്റെ 25 മാർക്കാണ്. 25 മാർക്കില് മൊഡ്യൂൾ 1, 2, 3, 4, 5, 6 എന്നിങ്ങനെ 10 മൊഡ്യൂളുകളുണ്ട്. അപ്പൊ അതിന്റെ 10 മൊഡ്യൂൾ ഓരോ ചില മൊഡ്യൂളുകളുടെ 2 മാർക്കാണ്, ചിലതിന് 3 മാർക്കാണ്. അങ്ങനെയൊക്കെ ഡിഫറെന്റ് ആയിട്ടാണ് ഇതിനകത്തുള്ളത്. അപ്പോ പറയുകയാണെങ്കിൽ നമ്മളെ കൊമേഴ്സിന്റെ ഒരു കടല് ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാം ഇതിനെപ്പറ്റി പറയാം. കാരണം നല്ലൊരു വൈഡ് ആയിട്ടുള്ള ഒരു സിലബസ് തന്നെയാണ് ഇതിന്റെ അകത്ത് പറയാനാണ് നമുക്കുള്ളത്. നമുക്ക് മൊഡ്യൂൾ 1 നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ ബേസിക് ആയിട്ടുള്ള ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, സോൾ ട്രേഡർ, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു +2 ഒരു കുട്ടി പഠിക്കുന്ന ഏരിയ അതാണ് നമുക്ക്. അപ്പൊ എനിക്ക് തോന്നുന്നു സാർ പറഞ്ഞ സൂചനയാണെങ്കിൽ ഇപ്പോ എന്തായാലും ഒരു MA എക്കണോമിക്സ് എന്തായാലും ഒരു +2 ബാക്ക്ഗ്രൗണ്ട്, +2 കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കും മിക്കവാറും വരാൻ ചാൻസ്. അല്ല, ഹ്യൂമാനിറ്റീസ് പഠിച്ചവരുണ്ടാവും, എന്നാലും മോസ്റ്റ് പ്രോബബ്ലി ഒരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ വന്നവരാണെങ്കിൽ കൊമേഴ്സ് എന്ന ഈ ടോപ്പിക്സ്, ഇതിലെ കുറച്ച് ടോപ്പിക്സ് എങ്കിലും അവർക്ക് കുറച്ച് ഈസി ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. സാറേ, അപ്പൊ അതിൽ എനിക്ക് സംസാരിക്കാനുള്ളത് വെച്ചാൽ, ഇതിലിപ്പോ നമ്മള് +2 പഠിക്കുന്ന ഏരിയകൾ അത് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ബേസിക്കുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് 1ാമത്തെയും മൊഡ്യൂളും 2ാമത്തെ മൊഡ്യൂളും ഒക്കെ നമുക്ക് കൊമേഴ്സ് നമ്മളെ NCERT സിലബസിലൊക്കെ വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് പാർട്ണർഷിപ്പ് ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആയിക്കോട്ടെ. ഇതിൽ ഒന്നുകൂടി നമ്മളൊന്നൊരു ഡിഗ്രി ലെവലിൽ നിന്നൊക്കെ പറയുമ്പോൾ ഈ കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മളെ 5ാമത്തെ മൊഡ്യൂൾ, 6ാമത്തെ മൊഡ്യൂളൊക്കെ നമ്മൾ പറയുകയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് ഭാഗമാണ്. അതൊക്കെ ഏതാണ്ട് ഒരു ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഇതിലെ ചില ഏരിയകൾ PG ലെവലുള്ള ഏരിയകളും ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. അതേപോലെയാണ് നമ്മളെ ഞാൻ സാറിനോട് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മളെ റിസർച്ച് ഓഫീസറിൽ ടാക്സിന്റെ ഭാഗം ഉണ്ടാവും എന്നുള്ള കാര്യം തന്നെ ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിക്കാറുണ്ട്. അപ്പോൾ ടാക്സ് നിർബന്ധമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ടാക്സ് വന്നത് ഇതേപോലെ തന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തന്നെ ടാക്സ് വന്നിരിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളല്ലാതെ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഡിഡക്ഷനിൽ തീരും. അതിനുശേഷമുള്ള മാറ്റ്, അതേപോലെ തന്നെ AMT, ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ്, MMR, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അതുപോലെ ഫയലിംഗ്, ഇതൊക്കെ കുറച്ച് നമുക്ക്. അതുപോലെ തന്നെ എന്റെ സാറിൻ്റെ അകത്ത് ഒരു അവസാന ടോപ്പിക് ഉണ്ടാവും, യൂസ് ഓഫ് ഡാറ്റ അനലിറ്റിക് ഇൻ AI ഇൻ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ. അതൊക്കെ ഒരു പുതിയതായിട്ട്, അത് AI കൂടെ അതിന്റെ വന്നിട്ടുണ്ട്. പുതുതായിട്ട് നമ്മൾ അതൊന്നും ശരിക്കും പറഞ്ഞാൽ ഒരു ഡിഗ്രിക്കോ PGക്കോ നമ്മളൊന്നും പഠിക്കുന്നില്ല അതൊന്നും. കാരണം ഇപ്പോഴത്തെ പുതിയ സിലബസ് അല്ല, നമ്മൾ പഠിച്ച കാലഘട്ടത്തിൽ അതൊന്നും ഇല്ല AI വരുമ്പോൾ. അപ്പൊ അതൊക്കെ ഒരു പുതിയ കാര്യങ്ങളാണ് നമ്മളിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ GSTയുടെ ഇതിലും പറയുന്ന കാര്യങ്ങൾ എന്താണ്, ഇതില് ഫയലിംഗ് വരുന്നത്. അതായത് റിട്ടേൺ എങ്ങനെയാണ് ഫയൽ ചെയ്യേണ്ടത്, അതായത് GST 1, 2, 3 എന്നുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഫയൽ ചെയ്യേണ്ടത്, അതിന്റെ പോർട്ടലിൽ പോയിട്ട് എന്തൊക്കെയാണ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഒന്നുകൂടി പ്രാക്ടിക്കലായിട്ട്. എനിക്കൊന്ന് ഇതൊക്കെ ഒരു CAയുടെ അല്ലെങ്കിൽ CA കുട്ടികൾക്ക്, അതേപോലെ തന്നെ നമ്മളെ ഈ CAക്കാരുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടാവല്ലോ, അവർക്കൊക്കെ ഈ GSTയുടെ ഭാഗമൊക്കെ പുഷ്പം പോലെ അവർക്ക് എഴുതാൻ വേണ്ടി പറ്റും. പുഷ്പം പോലെ എഴുതാൻ പറ്റും. അപ്പൊ എനിക്ക് തോന്നുന്നത് സാറേ, ഇപ്പൊ എക്കണോമിക്സിന്റെ ടോപ്പിക്കും കൊമേഴ്സ് മാനേജറൽ എക്കണോമിക്സ്. അപ്പൊ ഈ എക്കണോമിക്സ് എന്ന ഫീൽഡിലുള്ള ആൾക്കാർക്ക് ഈ കൊമേഴ്സിലും അത്യാവശ്യം ഡോമിനൻസ് എടുക്കുന്ന ഒരു ചാപ്റ്റർ അല്ലേ മാനേജറൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്? അതെ, മാനേജറൽ എക്കണോമിക്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിൽ സിലബസ് നോക്കിയാൽ നമുക്കറിയാം, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു +2 ആണ്. കാരണം അതിൽ ഭീകരമായുള്ളതൊന്നും ഇതിനകത്തില്ല. +2 കൊമേഴ്സിലെ കാര്യങ്ങൾ തന്നെ ഇതിനകത്തിൽ വരുന്നത്. കാരണം ഡിമാൻഡ് അനാലിസിസ്, അതേപോലെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ഇതൊക്കെ എവിടെ ഉള്ളതാണ്? +2 ഉള്ളതാണ്. +2 കൊമേഴ്സ് പഠിച്ച ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇതും ഈസി ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. പിന്നെ കുറച്ച് നമ്മളൊന്ന് വലയ്ക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ, നമ്മളെ കുറച്ചൊരു മൊഡ്യൂൾ 10 ആണ്. 3 മാർക്കിന്റെ ചോദ്യങ്ങൾ എന്തായാലും ഉണ്ടാകും. അതെ, എനിക്കൊന്ന് കൂടുതലും ഒരു ആക്ട് ബേസ് ഉള്ള. അതെ, എനിക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ നമുക്ക് നെറ്റ് കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇത് വേണേൽ കണക്ട് ചെയ്യാം. കാരണം അതിലുള്ള ലീഗൽ ഫ്രെയിം വർക്ക്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, അതേപോലെ
സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, അതേപോലെ തന്നെ കമ്പനീസ് ആക്ട്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ, ചെക്ക്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്നൊക്കെ പറയുമ്പോൾ ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞു കുറച്ച് ലൂപ്പല്ല, കുറച്ചുകൂടെ നമ്മളിങ്ങനെ കലക്കി മറയ്ക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ കുടുക്കി അങ്ങനെയൊക്കെ ചെയ്യില്ലേ, അതേപോലുള്ള കുറച്ച് കാര്യങ്ങൾ എന്ത് വരാൻ ഈ സാധനത്തിൽ വരുന്നുണ്ട്. അപ്പോ സാറേ ഞാൻ സിമ്പിൾ കാര്യം ചോദിക്കട്ടെ, ശരിക്കും ഈ കൊമേഴ്സ് ആഡ് ചെയ്ത് മറ്റുള്ളവർക്ക് ഒരു അടിയായിട്ട് സാറിന് തോന്നുന്നുണ്ടോ? അതെന്താ ഞാൻ പറയാം, കാരണം വെച്ചാൽ സാധാരണ ഈ റിസർച്ച് ഓഫീസറിന്റെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ആൾക്കാരെന്ന് വെച്ചാൽ നമ്മളെ കൊമേഴ്സുകാരുണ്ട്, എംകോംകാരും ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, അവരുടെ ഒരു കാഴ്ചപ്പാട് പറയുകയാണെങ്കിൽ അവർക്ക്, എനിക്ക് തോന്നുന്നു അവർക്ക് ഒരു ആശ്വാസമുണ്ട്. കാരണം എന്താ, നമ്മളെ സാധനം ഇതിനകത്ത് വന്നിട്ടുള്ളൂ എന്നുള്ളൊരു ആശ്വാസം ഉണ്ടാവും. കാരണം അവർ നോക്കുമ്പോൾ മാത്സിന്റെ ഭീകരമായ ഒരുപാട് കാര്യങ്ങൾ മാത്സിന് മറ്റേ കൊടുത്തിട്ടുണ്ട്. പഴയ സിലബസിൽ മാത്സിന്റെ കുറച്ച് ഈസി ആയ ടോപ്പിക്സ് ആയിരുന്നു. അതെ. അപ്പോൾ പക്ഷെ മറ്റുള്ളവർക്ക് നോക്കുമ്പോൾ അവർ കൊമേഴ്സിന്റെ കാര്യങ്ങളും കുറച്ചുകൂടി പഠിക്കാനുള്ള ഒരു ഇത്. കാരണം ഇപ്പോൾ ഒരു MSc മാത്സ് ഉള്ള ആൾക്കാരും ചിലപ്പോൾ ഈ ഒരു വാക്കുകളൊന്നും കേട്ടിട്ടുണ്ട്, GST പറ്റി ഒന്നും അറിയലുണ്ടാവില്ല. അവർക്ക് അതിനെ കൊണ്ട് അവയർനെസ് ആവാം. പിന്നെന്താ വെച്ചാൽ 2 മാർക്ക് വീതമാണ്. അപ്പൊ അവർക്ക് എനിക്ക് തോന്നുന്നു സബ്ജക്ട് ഒന്നാകെ അരച്ചു കലക്കി കുടിക്കാതെ സബ്ജക്റ്റിൽ നിന്ന് വരുന്ന MCQs എങ്ങനെ നമുക്ക്, അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കിൽ നിന്ന് വരുന്ന MCQs എങ്ങനെ അവരെ കൊണ്ട് ചെയ്യിക്കാം, അതിലൂടെ എങ്ങനെ ആൻസറിലേക്ക് എത്താം എന്നുള്ള കാര്യങ്ങളാണ് കുറച്ചുകൂടി പറ്റുക. കാരണം കുറച്ച് സമയം നമ്മൾ മുന്നിലുള്ളൂ. അല്ലാണ്ട് ഈ ഒരു സബ്ജക്ട് മൊത്തം ഇപ്പൊ പഠിച്ചു തീർക്കാന്ന് വെച്ചാൽ നടക്കുന്ന കേസൊന്നുമല്ല. അപ്പോൾ പറയാൻ പറ്റുന്ന വെച്ചാൽ ഈ ഒരു ഓരോ സബ്ജക്റ്റിൽ നിന്നുള്ള MCQs നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രോപ്പർ ആയിട്ട് അങ്ങോട്ടേക്ക് ആ ഒരു എക്സാമിന്റെ ടൈമിലേക്ക് എന്ത് ചെയ്യാം, എന്നിട്ട് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഓക്കെ, അപ്പൊ ജസ്റ്റ് നമുക്ക് എന്താണ്, ജസ്റ്റ് ഒന്ന് ഒരു ഓവർവ്യൂ കിട്ടണം, എല്ലാ ടോപ്പിക്സിനും എല്ലാം കിട്ടണം. ആ സംഭവം എന്താണ് എന്ന് വെച്ചാൽ ഒരു സെന്റൻസിൽ അതിനെ പറ്റി പറയാൻ പറ്റണം പിള്ളേർ. അതെ, നിർബന്ധമായിട്ടും അത്രേ ഉള്ളൂ. അതെ. ഓക്കെ, മറ്റു വിഷയങ്ങൾ, മറ്റു പേപ്പറുകൾ നോക്കുകയാണെങ്കിൽ ബാക്കി എല്ലാം 25 മാർക്കിനാണ്. ഇപ്പോൾ എക്കണോമിക്സ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, സ്റ്റാറ്റ് ആയിക്കോട്ടെ, കുറെ പോർഷൻസ് ഒക്കെ പുതിയതായിട്ട് കയറി വന്നിട്ടുണ്ട്. കുറെയൊക്കെ പഴയത് തന്നെയാണ് അവർ അഡ്ജസ്റ്റ് ചെയ്തിരുന്നത്. ഇപ്പൊ എക്കണോമിക്സ് ഒക്കെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു സാറേ, ഇപ്പൊ എക്കണോമിക്സിന്റെ സിലബസ് ഫസ്റ്റ് തന്നെ വന്നേക്കുന്നത് മൈക്രോ എക്കണോമിക് തിയറി അതൊക്കെയാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സിലബസ് വെച്ച് നോക്കുമ്പോൾ, കഴിഞ്ഞ സിലബസിൽ ആകെ ഇന്ത്യൻ എക്കണോമിയുടെ കുറച്ച് പോർഷൻസ് ഒഴിച്ച് നോക്കുകയാണെങ്കിൽ ബാക്കി ഒന്നും ഉണ്ടായിരുന്നില്ല. ഡെമോഗ്രഫി, ഇന്ത്യൻ എക്കണോമി മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ബാക്കിയൊക്കെ കുറെ ടോപ്പിക്സ്, മൈക്രോ ആയാലും മാക്രോ ആയാലും ഈവൻ എക്കണോമെട്രിക്സ് എന്നൊരു ടോപ്പിക് വരെ കയറി വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അത്യാവശ്യം പിള്ളേർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരിക്കും. ഇപ്പൊ എനിക്ക് സ്റ്റാറ്റ് പഠിച്ചവർക്കൊക്കെ എക്കണോമെട്രിക്സ് കുറച്ച് ഈസി ആയിരിക്കും. മാത്സ് പഠിച്ചവർക്കും അത്യാവശ്യം എനിക്ക് തോന്നുന്നു, ഡിഗ്രിക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട് എങ്കിൽ അവർക്ക് ഈസി ആയി തോന്നുന്നു. അപ്പൊ സാറ് പറയും, ഇപ്പൊ ഈ MCOM പഠിച്ചവര് ഓഫ് കോഴ്സ് ഡിഗ്രിക്ക് എന്തായാലും ഒരു പേപ്പർ കുറച്ചെങ്കിലും ക്യൂട്ട് ചെയ്യുന്ന രീതിയിലായാലും സ്റ്റാറ്റി പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്സ്, ഈ എക്കണോമെട്രിക്സ് പോലത്തെ ടോപ്പിക്സ് ഒക്കെ ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാല് എനിക്ക് ഈ സബ്ജക്റ്റുകളൊക്കെ നോക്കുമ്പോൾ, ഒരു MCOMനൊക്കെ എക്കണോമിക്സിന്റെ ഭാഗങ്ങൾ, റിസർച്ച്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിലൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ സിലബസ് സാറ് വായിച്ചു നോക്കുമ്പോൾ ഇതിലുള്ള പല കാര്യങ്ങളും അവിടെ എന്താണ് പഠിച്ച കാര്യം. ഇപ്പൊ ഇതിനകത്ത് പറയുക ഡെവലപ്മെന്റ് ഇഷ്യൂസ് ഇൻ ഇന്ത്യ, നിതി ആയോഗ്, പ്ലാനിംഗ് കമ്മീഷൻ, ഇതൊക്കെ ഏതാണ്ടൊരു MCOMകാരൻ പഠിക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെ മാത്തമാറ്റിക്സ് കാര്യങ്ങൾ നമ്മൾ അധികം അറിയില്ല, കാരണം മാത്സിന്റെ കാര്യങ്ങൾ ഭീകരമായിട്ടുള്ള കാര്യങ്ങളാണ്. സ്റ്റാറ്റിയുടെ കാര്യങ്ങൾ എടുത്താണ് സാമ്പിളിങ്, പ്രോബബിലിറ്റി, അതേപോലെ സ്റ്റാൻഡേർഡ് ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ അതേപോലെ തന്നെ പറയുകയാണെങ്കിൽ സാമ്പിൾ, എസ്റ്റിമേഷൻ, ടെസ്റ്റിംഗ്, അതേപോലെ ലീനിയർ റിഗ്രഷൻ, ടൈം സീരീസ്, ഇൻഡെക്സ് നമ്പർ, ഈ കാര്യങ്ങളൊക്കെ ഒരു MCOM കഴിഞ്ഞ ഒരാളാണെങ്കിൽ അയാൾ പഠിച്ച കാര്യങ്ങളാണ്. സത്യം പറയാറോ, സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അവർ പഠിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. കാരണം എന്താ വെച്ചാൽ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഓരോ മെത്തേഡ്, ഇപ്പൊ നമ്മൾക്കറിയാം റിസർച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ട് ഹൈപ്പോത്തിസിസ്, ഈ കാര്യങ്ങളൊക്കെ എന്താണ് അവർ പഠിച്ച കാര്യങ്ങളാണ്. റിസർച്ചിന്റെ ഒരു പേപ്പർ തന്നെ ഉണ്ട്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്. പക്ഷേ ഒരു സ്റ്റാറ്റി പോയിന്റ് ഓഫ് വ്യൂല് പഠിച്ചിട്ടുണ്ടാവും ഇല്ല, MCOM പോയിന്റ് ഓഫ് വ്യൂല് പഠിച്ചതാണ് കാര്യങ്ങളൊക്കെ. സ്റ്റാറ്റി പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും ആ ഒരു വ്യത്യാസം, ചെറിയ വ്യത്യാസം അവിടെ ഉണ്ട്. കാരണം ഈ ടേമുകളൊക്കെ ചിലപ്പോൾ കൈസ്ക്വയർ ടെസ്റ്റ് ആയിക്കോട്ടെ, T ടെസ്റ്റ്, F ടെസ്റ്റ്, ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഇക്വേഷൻസിലെ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല സ്റ്റാറ്റിയിലെ. പക്ഷെ നമ്മൾ ഈ കൊമേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതൊക്കെ എന്താണ് ഏതാണ്ട് നമ്മൾ കൈകാര്യം ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. എന്ന് വെച്ചാൽ അവരെ, എനിക്ക് ചില സമയത്ത് അവരെ നോക്കുമ്പോൾ കൊമേഴ്സുകാരെ, ഒരു MCOMകാരെ സംബന്ധിച്ചിടത്ത് നോക്കുമ്പോൾ അവർക്ക് അധികം ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്. അങ്ങനെ ഇതാക്കി പറഞ്ഞുകൊണ്ട് എന്നാലും ഇപ്പൊ സ്റ്റാറ്റിയുടെ കാര്യം മുതൽ കൊമേഴ്സിന്റെ കാര്യം പറയുമ്പോൾ ഒരു MCOM കഴിഞ്ഞ ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ ഏതാണ്ട് ഈ ടേമുകളൊക്കെ കേട്ടാളാ, അവർക്കൊരു റിവിഷൻ നല്ല രീതിയിൽ കിട്ടിയാൽ അവർ ചിലപ്പോൾ കയറി പോകും. പക്ഷെ അതില് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ റെപ്രസെന്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഈ മാത്തമാറ്റിക്സും അതേപോലെ ഈ എക്കണോമിക്സും ആണ് അവർക്ക് ഒന്ന് ടൈറ്റ് ആവുക. ബാക്കിയൊക്കെ ഏതാണ്ട് പോയിന്റ് ഓഫ് വ്യൂവിൽ പറയണം, അവർ ഏതാണ്ട് കേട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും. അവർക്ക് നല്ലൊരു റിവിഷൻ കിട്ടിയ ചിലപ്പോൾ എന്ത് ചെയ്യും, അവരും കയറി പോകും. അപ്പോ സാറേ, ഒരു മാത്സ് MSc കഴിഞ്ഞ ആൾക്ക് ഈ കൊമേഴ്സില് അത്യാവശ്യം മാർക്ക് സ്കോർ അവർ എന്ത് ചെയ്യണം? അവർ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇപ്പോ ഈ സബ്ജക്റ്റുകളൊക്കെ, ഇപ്പൊ ഇത് മൊത്തം സബ്ജക്റ്റുകൾ പറയണം, അവരെ സംബന്ധിച്ചിടത്തോളം പറയണം, അവർ പുതിയ വാക്കുകൾ ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ, അക്കൗണ്ടിങ് കോൺസെപ്റ്റ്, അതേപോലെ ബാലൻസ് ഷീറ്റ് ഒക്കെ അവർ ആദ്യം വരെ കേൾക്കുന്നതായിരിക്കും.
അപ്പോൾ ഈ ഒരു സിലബസ് ഒന്നാകെ നമ്മൾ ഇപ്പൊ ഇരുന്ന് ഇങ്ങനെ പഠിക്കുക, ഓരോ ദിവസം പഠിക്കുക, അത് എനിക്ക് തോന്നുന്നു അത്രത്തോളം നമുക്ക് ആക്സെപ്റ്റ് ആവും എന്നുള്ളത് നമുക്ക് അറിയില്ല. കാരണം വെച്ചാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ട വെച്ചാൽ MCQന് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുക. ഇതാണ് ചെയ്യേണ്ടത്. അപ്പൊ എന്ത് വെച്ചാൽ നമ്മൾ ഈ ഒരു ഏരിയ മൊത്തമായിട്ട് നമ്മൾ നോക്കുക, ഈ ഒരു ഏരിയയിൽ ഓരോ ഏരിയയും നമ്മൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, MCQs പഠിക്കുക. കഴിഞ്ഞ എക്സാമിന് വന്നപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുത്താം. ഇപ്പോൾ നമുക്ക് ഈ വരാനിരിക്കുന്ന ജൂനിയർ അക്കൗണ്ടന്റ് എക്സാമിന് അവർക്ക് ഈ മൊഡ്യൂൾ 9 മാനേജറിയൽ എക്കണോമിക്സ് പഠിക്കാനുണ്ട്, ടാക്സ് പഠിക്കാനുണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ് പഠിക്കാനുണ്ട്, അതുപോലെ ഈ മൊഡ്യൂളൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ വരാനിരിക്കുന്ന എക്സാമിന്റെ അപ്പോൾ ചോദ്യങ്ങൾ നമുക്ക് കിട്ടും. അതേപോലെ കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഒരുപാട് ചോദ്യങ്ങൾ അല്ലെ ചോദ്യങ്ങളൊക്കെ നമ്മൾ എടുക്കുക, MCQs പ്രോപ്പറായിട്ട് ഡിസ്കസ് ചെയ്യുക. കാരണം ഇത് മൊത്തമായിട്ട് നമ്മൾ പഠിച്ചു തീർക്കുക വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം ചില ബുദ്ധിമുട്ടായിരിക്കും, ബേർഡൻ ആയിരിക്കും. കാരണം മറ്റുള്ള ടോപ്പിക് അവർക്ക് കവർ ചെയ്യണമല്ലോ. അപ്പൊ ഈ ഒരു ഏരിയ നമുക്ക് എന്ത് ചെയ്യാം, പ്രോപ്പറായിട്ട് ഓരോ ഏരിയയും നമ്മൾ മനസ്സിലാക്കി ഓരോ ഏരിയ MCQ ഡിസ്കസ് ചെയ്ത് ആ MCQ കണ്ടന്റുകൾ നമ്മൾ മനസ്സിലാക്കി അങ്ങനെ കൃത്യമായുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി പോയാൽ അവർക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതെ. അപ്പൊ എല്ലാ പിള്ളേരെയും സാർ റെഡിയാക്കൂലേ? റെഡിയാക്കാം, പിന്നെ റെഡിയാക്കണ്ട. നമ്മളെ കൊമേഴ്സിന്റെ ടീം എന്ന് വെച്ചാൽ സാറേ പെർഫെക്റ്റ് ടീമാണ്. അതുകൊണ്ട് നമ്മള് PSCയുടെ കൊമേഴ്സിന്റെ ഏത് എക്സാം വന്നാൽ നമുക്ക് പേടിയില്ല, നമ്മൾ ഏറ്റെടുക്കാം, ഒരു പ്രശ്നമില്ല. കാരണം അത്ര പെർഫെക്റ്റ് ടീമാണ് നമ്മളെ കൂടെ ഉള്ളത്. അതുകൊണ്ട് 100% ഗ്യാരണ്ടി എഴുതി ഒപ്പിട്ടുന്നു. ഓക്കെ, അത് പെർഫെക്റ്റ് ആയിട്ട് തരാം. അപ്പൊ നമ്മുടെ കോമ്പറ്റേറ്റീവ് കാറ്റഗറിയിൽ നമ്മുടെ റിസർച്ച് ഓഫീസിന്റെ ഏറ്റവും പുതിയൊരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിലാകെ കഷ്ടിച്ച് 2 മാസം എന്ന് വേണമെങ്കിൽ പറയാം. അതെ, അത്രേ ഉള്ളൂ. അപ്പൊ കൃത്യമായി പഠിച്ചാൽ നമ്മൾ എന്താ പറയുക, എക്സാം ഡേറ്റിനും വ്യത്യാസം വന്നതായിട്ട് അതുപോലെ പറഞ്ഞിട്ടില്ല. ജൂൺ 18 തന്നെയാണ് എന്ത് ഇപ്പൊ കലണ്ടർ പ്രകാരം എക്സാം കിടക്കുന്നത്. അപ്പോ ഇനിയും പഠിച്ചു തുടങ്ങിയാൽ ഈ സംഭവം നിങ്ങൾ ടെൻഷൻ ആകേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു ടെൻഷൻ ആയിരിക്കും ഒട്ടുമിക്ക ആൾക്കാർക്ക് ഉണ്ടാവുക അല്ലെ. അപ്പൊ ഫസ്റ്റ് മനസ്സിലാക്കുക, ഫുൾ മാർക്ക് ആർക്കും കിട്ടത്തില്ല, 100% ഷുവർ ആണ്. അപ്പൊ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക എന്നാണ് നിങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ എത്രയും മാർക്ക് സ്കോർ ചെയ്യുന്നത് അത്രത്തോളം നമുക്ക് റാങ്ക് ലിസ്റ്റ് കയറാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവും. എസ്പെഷ്യലി 2027 സെൻസസ് വരാതിരിക്കുന്ന സ്ഥിതിക്ക്, ഈ സെൻസസ് ഈ ഡിപ്പാർട്ട്മെന്റ് അടിയിൽ വരുന്ന സ്ഥിതിക്ക് പോസ്റ്റിംഗ് കൂടാൻ ചാൻസ് ഉണ്ട്. കൂടാതെ പെട്ടെന്ന് തന്നെ അതിന്റെ പരിപാടികളൊക്കെ തീർക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എത്രയും നന്നായി പഠിച്ചാൽ നമുക്ക് അത്രയും നന്നായി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒട്ടും വൈകാതെ നമ്മുടെ ക്രാഷ് ബാച്ച് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എത്രയും വേഗം ജോയിൻ ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ CC ആപ്പിൽ ഡെയിലി എന്താണ് ബജറ്റ് റിലേറ്റഡ് മറ്റെല്ലാ ടൈപ്പ് കറണ്ട് അഫയേഴ്സ്. ഇപ്പോൾ എക്കണോമിക്സിലൊക്കെ അത്യാവശ്യം കറണ്ട് അഫയേഴ്സ് നോക്കി വെക്കണം, ടാക്സിലാണെങ്കിൽ അത്യാവശ്യം കറണ്ട് അഫയേഴ്സ് നോക്കി വെക്കണം. അപ്പൊ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ കോമൺ കറണ്ട് അഫയേഴ്സ് അല്ല, സബ്ജക്ട് ഓറിയന്റഡ് കറണ്ട് അഫയേഴ്സ് നമ്മുടെ കോമ്പറ്റേറ്റീവ് കറണ്ട് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ കൃത്യമായി അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്ത് പഠിച്ചിരിക്കണം. സാർ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. അപ്പൊ അഥവാ ഇപ്പൊ ഈ കുട്ടികൾക്ക് ഇതിനെപ്പറ്റി സംശയങ്ങളും മറ്റു കാര്യങ്ങളുണ്ട്, അപ്പൊ നമുക്കൊരു വെബിനാർ ആയിട്ട് വരാം അല്ലെ. എന്താണെന്ന് വെച്ചാല് കറക്റ്റ് അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഒരു പുതിയ സിലബസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും മറ്റു സംസാരിക്കുന്ന ഒരു വെബിനാറുമായിട്ട് വരുന്നുണ്ട്. അപ്പൊ വെബിനാറിന്റെ തീയതി മറ്റു കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്ത് ചെയ്യാം, കമന്റ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ ആ വെബിനാറിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ അവിടെ രജിസ്റ്റർ ചെയ്യുക. ഡേറ്റ് എല്ലാ കാര്യങ്ങളും വരുന്ന ദിവസങ്ങളിൽ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഏറ്റവും നന്നായി പഠിച്ചു തുടങ്ങാം. അതെ, ഒട്ടും സമയം കളയണ്ട. അപ്പൊ ഇതേപോലെ റിസർച്ച് ഓഫീസറിന്റെ മറ്റു വീഡിയോസ് നമ്മൾ താഴെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും നന്നായി പഠിച്ചാൽ ഏറ്റവും അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. അതെ, അപ്പോൾ ഇതേപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.